പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഈ നല്ല സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഒരുക്കിയ എല്ലാ നല്ല അവസരങ്ങൾക്കും സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും ക്ഷേമത്തോടെ ഇരിക്കുന്നു എന്ന് കർത്താവിൽ പ്രത്യാശിക്കുന്നു. അതേ, ഉള്ളിൽ ഭാരമൊതുക്കി ആരോടും ഷെയർ ചെയ്യാതെ ആ ഭാരം ഉള്ളിൽ ഒതുക്കി തന്നെ കൊണ്ടു നടക്കുന്ന ഒട്ടനവധി പേരുണ്ട്. അവരെ കാണാൻ വലിയ പ്രയാസങ്ങളൊന്നുമില്ല. അവരുടെ ഭവനം കണ്ടാലും വലിയ കുഴപ്പങ്ങളൊന്നും പറയത്തില്ല. എന്നാൽ അവരുടെ അരികിലേക്ക് ചെന്നാൽ, അവരുടെ വിഷമങ്ങൾ കേട്ടാൽ ഒട്ടനവധി ഭാരങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരെ നമുക്കറിയാൻ കഴിയും. ഇന്ന് അങ്ങനെ അനുഭവിക്കുന്ന ചിലരെ നോക്കി പരിശുദ്ധാത്മാവിനൊരു ദൂത് കൈമാറാനുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. എലീശ പറഞ്ഞതുപോലെ ആ വെള്ളം ഇന്നുവരെ പഥ്യമായി തന്നെ ഇരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. വളരെ സുപരിചിതമേറിയൊരു തിരുവചന ഭാഗം ഇവിടെ വായിച്ച് കേട്ടത്. എലീശ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഒരു പട്ടണത്തിനകത്ത് പട്ടണത്തിലെ ജനതകൾ മുഴുവനും അനുഭവിച്ചു കൊണ്ടിരുന്ന വലിയൊരു പ്രശ്നം, വലിയൊരു പ്രതിസന്ധി ദൈവത്തിൻ്റെ പ്രവാചകനായ എലീശയോട് അവർ ഷെയർ ചെയ്യുമ്പോൾ ആ പട്ടണത്തിൽ നാളിതുവരെ അനുഭവിച്ച ഒരു പ്രതിസന്ധികൾക്കകത്തൂന്ന് ദൈവം കരം കൊടുത്തവരെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. എന്താണ് ആ പ്രതിസന്ധി? 19-ാമത്തെ വേദഭാഗം കാണുന്നു. അനന്തരം ആ പട്ടണക്കാർ എലീശയോട്, ഈ പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരമായതെന്നും യജമാനൻ കാണുന്നുവല്ലോ, എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശവും ആകുന്നു എന്ന് പറഞ്ഞു. വളരെ വേദനാജനകമായൊരു ഭാഗം. ആ പട്ടണത്തിൽ കുടിക്കുന്ന വെള്ളം ചീത്തയായും ഉണ്ടാകുന്ന പ്രതീക്ഷയോടുണ്ടായി വരുന്ന കുഞ്ഞുങ്ങൾ ഗർഭനാശം വന്ന് അടുത്തൊരു ജനറേഷൻ ഉണ്ടാകാതെ, അടുത്തൊരു തലമുറയുണ്ടാകാതെ അന്യം നിന്നു പോകുന്നത് പോലെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു സിറ്റുവേഷൻ. പ്രിയപ്പെട്ടവരെ, ആ പട്ടണത്തിൻ്റെ പേര് അല്ലെങ്കിൽ ആ പട്ടണത്തിൻ്റെ ഇരിപ്പ് വളരെ മനോഹരമാണ്. ചില വ്യക്തികളെ നോക്കിയാൽ, അവരുടെ ഭവനങ്ങൾ നോക്കിയാൽ, അതേ ഭവനം പ്രൗഢഗംഭീരമായ ഭവനമാണ്. കാണുമ്പോൾ ചിലരൊക്കെ പറയും, എന്തോ വലിയ മണിമാളികയാണ്, എന്തോ വലിയ വീടാണ്. ഒന്നിനും കുറവില്ലാത്ത, ഒന്നിനും കുഴപ്പമില്ലാത്തവർ. ചിലരെ നോക്കിയാൽ അവർ ടിപ് ടോപ്പായിരിക്കും. അവരെ കാണുമ്പോൾ പറയും, എന്ത് ആർഭാട ജീവിതമുള്ളവരാ, എന്ത് നല്ലവരാണെന്നൊക്കെ പറയും. എന്നാൽ പ്രിയമുള്ളവരെ, അങ്ങനെയുള്ളവരും ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നീറിപ്പുകയുന്ന ചില വിഷയങ്ങൾ, നീറിപ്പുകഞ്ഞ് ഞാൻ ഈ വിഷയം ആരോട് ഷെയർ ചെയ്യും, അതുമാത്രമല്ല ഞാൻ ഈ വിഷയം ആരോട് ഷെയർ ചെയ്താൽ എൻ്റെ ഈ വിഷയത്തിനൊരു പരിഹാരം ലഭിക്കുമെന്ന് വളരെ വേദനയോടെ, പ്രാർത്ഥനയോടെ ആമേൻ കൺകലങ്ങി കരയുന്ന അനേക വിഷയങ്ങളുണ്ട്. കർത്താവിന് സ്തോത്രം. ഇന്നെൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കി ആത്മാവിലൊരു പ്രവചന ശബ്ദമായി കൈമാറുന്നു. ഇരിപ്പ് വളരെ മനോഹരമാണ്, കാണാൻ വളരെ മനോഹരമാണ്. പുറമേ നിന്ന് നോക്കിയാൽ ആ മിശ്രത വളരെ മനോഹരമായും പ്രൗഢഗംഭീരമായും എന്നൊക്കെ മനുഷ്യർക്ക് തോന്നിയേക്കാം. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ കരഞ്ഞുകൊണ്ടും നീറിപ്പുകഞ്ഞുകൊണ്ടും ഇരിക്കുന്ന ചില ജീവിതങ്ങളെ നോക്കി ദൈവത്തിൻ്റെ ആത്മാവ് കൈമാറുന്നു. നാളിതുവരെ അങ്ങ് അനുഭവിച്ചൊരു പ്രതിസന്ധിയില്ലേ, നാളിതുവരെ അങ്ങ് ചുമന്നുകൊണ്ട് നടന്ന ആ ഭാരമില്ലേ, ഇന്നു പകൽ ദൈവത്തിൻ്റെ ആത്മാവ് അതിനെ എടുത്തു മാറ്റിയിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി അങ്ങ് അനുഭവിക്കുന്ന ആ ഭാരത്തിനകത്ത് വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരമാണ്, എന്നാൽ അതിനകത്ത് വെള്ളം കുടിച്ചാൽ ആ വെള്ളം ചീത്തയും ഗർഭനാശകവുമുള്ള ഒരു പട്ടണം. അടുത്തൊരു ജനറേഷനെ എഴുന്നേൽപ്പിക്കാതെ വണ്ണം, അടുത്തൊരു ജനനം ആമേൻ ആ പട്ടണത്തിൽ ഒരു കുടുംബത്തിൽ പോലും ജനിപ്പിക്കാതെ വണ്ണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുള്ള സകല കുടുംബത്തിലെയും അടുത്ത ജനറേഷനെ നശിപ്പിച്ചു കളയുന്ന ഒരു വല്ലാത്ത പ്രതിസന്ധി, വല്ലാത്ത പ്രതികൂലം ഇന്നെൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില കുടുംബത്തിനകത്ത് ചിലർ അധ്വാനിക്കുന്നുണ്ട്,
സ്തോത്രം വളരെ ശക്തമായി അധ്വാനിക്കുന്നുണ്ട്. എന്നാൽ എന്തെങ്കിലും ഉണ്ടോ, കയ്യിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഭവനത്തിലേക്ക് തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോൾ വട്ടപൂജ്യമായി പോകുന്നൊരവസ്ഥ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. അതേ സ്തോത്രം, അങ്ങനെയുള്ള ചിലരെ നോക്കി പരിശുദ്ധാത്മ പറയുന്നു, നാളിതുവരെ അങ്ങ് പ്രയത്നിക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്, വളരെ അധികം അധ്വാനിക്കുന്നുണ്ട്, എന്നാൽ ഒന്നും ബാലൻസ് കാണാതെ സ്തോത്രം വളരെ കണക്കുകൂട്ടലിൽ വളരെ പ്രതീക്ഷയോടെ കണക്കുകൂട്ടിയൊക്കെ വരും. എന്നാൽ ഭവനത്തിനകത്തു വരുന്നതിന് മുമ്പ് തന്നെ വട്ടപൂജ്യമായി തന്നെ കയറുകയാണ്. ഇന്ന് പകൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ചില മേഖലകൾക്കകത്ത് ആത്മാവിൽ ഇന്നു പകൽ ആമേൻ പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ നാളിതുവരെ അനുഭവിച്ച ആ പ്രതിസന്ധിക്കകത്തുനിന്ന് കരകയറാൻ, നാളിതുവരെ ഫേസ് ചെയ്ത ആ ബുദ്ധിമുട്ടിനകത്തുനിന്ന് കരം പിടിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ അരികിലേക്ക് ഇറങ്ങി വരും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതേ പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരമാണ്. അങ്ങയുടെ ഉള്ളിൽ അങ്ങയെ കാണാൻ വലിയ പ്രയാസമൊന്നുമില്ല. ചിലരെ നോക്കിയാൽ ഒരു പ്രയാസവും തോന്നത്തില്ല. എന്തൊരു സന്തോഷമുള്ള ജീവിതമാണ്. അവർക്കൊന്നുമില്ല, മുഖത്ത് അവരൊന്നും തന്നെ പ്രതിഫലിക്കുന്നില്ല. അവർ സന്തോഷത്തോട് ചോദിക്കുന്നു, ഇവരുടെയൊക്കെ സന്തോഷം കാണണം എന്നൊക്കെ പറഞ്ഞാൽ ആ വ്യക്തിയുടെ ഉള്ളിനകത്ത് നീറിപ്പോകുന്ന അനേക വിഷയങ്ങൾ ഒരുപക്ഷെ കണ്ടേക്കാം. അങ്ങനെയുള്ള വ്യക്തികളെ നോക്കിയ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ദൂത് കൈമാറുന്നത്. ഉണ്ടാക്കുന്നത് മുഴുവനും സ്തോത്രം, കണക്ക് കൂട്ടുന്നത് മുഴുവനും കണക്കുകൂട്ടുകൾ ഒന്നാകെ പാളിപ്പോയി, ഒന്നാകെ നഷ്ടപ്പെട്ടു പോയി. ഒന്നും മുൻപോട്ട് മൂവ് ചെയ്യാൻ കഴിയാതെ വല്ലാത്തൊരവസ്ഥയിലിരിക്കുന്നു. പരിശുദ്ധാത്മ പറയുക, ആ വെള്ളം ഇന്നുവരെ പഥ്യമായി തന്നെ ഇരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവർ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചില പ്രതിസന്ധികൾക്കകത്തൂടെ, ഇങ്ങനെ ചില വേദനയ്ക്കകത്തൂടെ കടന്നു പോകുന്നവരെ നോക്കി പരിശുദ്ധാത്മ പറയുന്നു, ഇന്നലെ വരെ നടന്ന സംഭവങ്ങളെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തിയിട്ട് ദൈവം പുതിയതൊന്ന് നാളിതുവരെ നടക്കത്തില്ലെന്ന് വിധി എഴുതിയതിനെ എടുത്തു മാറ്റിയിട്ട് അടുത്തത് ചിലത് ആരംഭിക്കുവാൻ സ്തോത്രം, ദൈവത്തിൻ്റെ പ്രവൃത്തി അങ്ങയുടെ മേൽ, അങ്ങയുടെ കുടുംബത്തിൻ്റെ മേൽ, തലമുറയുടെ മേൽ ആരംഭിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ആ പട്ടണത്തിനകത്ത് വെള്ളം ചീത്തയായി പോയി, കുടിക്കുന്നവർ മുഴുവൻ രോഗികളായിക്കൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അടുത്തൊരു ജനറേഷൻ ഉളവാകാതെ വണ്ണം, അടുത്തൊരു നന്മ കാണാതെ വണ്ണം, അങ്ങയുടെ കുടുംബത്തിനകത്ത് അടുത്തൊരു നന്മ കാണാതെ വണ്ണം അതിനെ അപ്പാടെ നശിപ്പിച്ചു കളയുന്ന, ഇല്ലായ്മ ചെയ്യുന്ന ചില സ്തോത്രം പോരുകളെ, ചില വിഷയങ്ങളെ എടുത്തു മാറ്റിയിട്ട് ദൈവത്തിൻ്റെ ശക്തി അയച്ച്, ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടുത്തി അങ്ങയുടെ കുടുംബത്തിൽ അങ്ങയുടെ കരത്തെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതേ ഉണ്ടാക്കുന്ന സമ്പാദ്യങ്ങൾ മുഴുവനും നഷ്ടപ്പെടുത്തി, ഒന്നും തന്നെ ബാലൻസ് കാണിക്കാതെ നഷ്ടപ്പെടുത്തി കളയുന്ന രോഗമില്ലേ, ആശുപത്രിയിൽ പൈസ മുടക്കി മടുത്തു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നശിപ്പിച്ച് കളഞ്ഞ, ഒന്നും പ്രതീക്ഷ തരാതെ, പ്രതീക്ഷയോടെ കണക്കുകൂട്ടലോടെ ക്രമീകരിച്ചത് ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ ഇല്ലായ്മ ചെയ്ത് കളഞ്ഞ ചില മേഖലകളെ നോക്കി പരിശുദ്ധാത്മ പറയുന്നു, ദൈവപ്രവൃത്തി ചലിക്കുവാൻ ദൈവം അങ്ങേക്ക് കരം തരുവാൻ ആഗ്രഹിക്കുന്നു. എലീശ പ്രവാചകൻ പറയുന്നു, അതിന് അവൻ ഒരു പുതിയ തളിക കൊണ്ടുവരിക, അതിൽ ഉപ്പിടുവീൻ എന്ന് പറഞ്ഞു. അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ നീരുറവിൻ്റെ അടുക്കൽ ചെന്ന് അതിൽ ഉപ്പ് ഇട്ട്, ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ആ വചനത്തെ ക്ലെയിം ചെയ്തുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ കൈമാറുന്നു. ഇന്ന് ഈ ശബ്ദം, ഈ ദൈവവചനത്തിൻ്റെ ആധികാരികതയെ മുൻനിർത്തിക്കൊണ്ട് പറയുന്നു, നാളിതുവരെ അങ്ങയുടെ കുടുംബത്തിനകത്തും അങ്ങയുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്തും ഒന്നും മുന്നോട്ട് പോകാൻ കഴിയാതെ തടഞ്ഞു നിർത്തിയ ചില മേഖലകളെ നോക്കി പ്രവചനാത്മാവിൽ കൽപ്പിക്കുന്നു, അതിനെ നിർത്തൽ ചെയ്തിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി അങ്ങിൽ ആരംഭിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടും നാളിതുവരെ നടന്നു വന്ന സംഭവങ്ങളെ മറന്നിട്ട് ഇതാ എൻ്റെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ, വലിയ ദൈവപ്രവൃത്തികളെ ദൈവം ചെയ്യുന്നു എന്ന് വിശ്വാസത്തോടെ ദൈവസന്നിധി നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയട്ടെ. കർത്താവ് വചനങ്ങളാൽ നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.